പിന്നെ നമ്മളെ കുണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക് തന്നെ ഡോറിന്റെ ആ ഹുക്ക് തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ പറഞ്ഞ ആ കുണ്ടി ലോക്കാക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുണ്ടി മീൻസ് ലോക്ക്. അത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിലും മനസ്സിലാവും. കാരണം അതിന് മുന്നേ എനിക്ക് ഹെലൻ ഏതാ സാധനം ആരാ എനിക്ക് അറിയണേ ഇല്ല. സോ ഞാൻ പച്ചക്ക് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അവർക്ക് നല്ല കുഴപ്പമുണ്ട്. ജാനുവിനെ ഏറി കയറ്റി വിട്ട പോലെ ആരും കയറ്റി വിട്ടിട്ടില്ല. ഞാൻ എപ്പോഴും ഏറിലായിരിക്കും തലവട്. പക്ഷെ ഇപ്പൊ അടുത്ത് എനിക്ക് ഏറിലോ അല്ല സ്പേസില് കയറ്റി. സീരിയസ്ലി എനിക്കല്ല എന്ന് പറഞ്ഞ കുട്ടിയോട് ഒരു ഇവളെ കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ്, നല്ല മിടുക്കി കുട്ടിയാണ്. എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് തെറി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈ? ശരിക്കും പേര് ജാൻ മോണി ദാസ്. ജാൻ മോണി ദാസ്. പക്ഷെ എങ്ങനെയായിരുന്നു ബിഗ് ബോസ്? എനിക്ക് ഇഷ്ടമായി. ജാനുവിന്റെ ഭയങ്കര ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് പറയട്ടെ. ഞാൻ മിമിക്രി ചെയ്യാന്ന് വിചാരിക്കരുത്. എനിക്ക് എക്കോണമിക് ക്ലാസ്സിൽ പോകുന്നത് ഇഷ്ടമല്ല എന്നാണ്, ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. അങ്ങനെ ഇപ്പൊ ജനങ്ങൾ എന്നെ ട്രോളി കയറ്റിയാലും കുഴപ്പമില്ല. മാരേജസ് ഞാൻ ചിന്തിക്കുന്ന മിക്ക പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ അവസാനമാണ് മാരേജിന് ചിന്തിക്കുന്ന ഒരാളാണ്. സീരിയസ്ലി അതെ അതെ അതെ. അപ്പൊ അവർ അതുവരെ ഒരു പ്രിൻസസിനെ പോലെ ജീവിച്ചിട്ട് അവരെ വളരെ ആഘോഷത്തോടു കൂടി ഒരു മരണത്തിലേക്ക് നടത്തിവിടുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി. സോ ആഫ്റ്റർ മൈ മാരേജ് ഞാൻ ഒരാളുടെ കല്യാണം കൂടാറില്ല, ഒരു പെൺകുട്ടികളുടെ. കാരണം ആ കൊച്ചിക്ക് മാരീഡ് ആൻഡ് സെപ്പറേറ്റഡ്. യാഥാർത്ഥ്യങ്ങൾ പറയുന്ന ദ റിയാലിറ്റി ബൈ ശാരികയിൽ ഇന്ന് എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ജാനുവാണ്, ജാൻമണിയാണ്. നമസ്കാരം. ജാൻമണിയുടെ ദ റിയാലിറ്റി എന്താണ്, യഥാർത്ഥ ജാൻമണി, അതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. പത്രക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും പലതും പറയാനുണ്ടാവും, പലരും ട്രോളിങ്ങും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും അല്ല നിങ്ങൾ കാണുന്ന ജാൻമണി, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ജാൻമണി. നിങ്ങൾ കാണാൻ പോകുന്ന യഥാർത്ഥ ജാൻമണിയാണ്. നമസ്കാരം. താങ്ക് യു. വെൽക്കം ടു ദ ഷോ. ജാനു എന്ന് വിളിക്കാമല്ലോ? അതെ, പിന്നെ ജാനു എന്നല്ല എന്താ വിളിക്കേണ്ടതല്ലേ? എനിക്ക് കുട്ടികളെ ജാനു വിളിക്കുന്നത്, അതാണ് എനിക്ക് ഇഷ്ടം. ശരിക്കും ജാനാണോ? ശരിക്കും പേര് ജാൻ മോണി ദാസ്. ജാൻ മോണി ദാസ്. ആസാമിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ആസാമിന്റെ സുന്ദരി അല്ലേ? ആസാമിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര. ഞാൻ 2010 ഒരു ഹീസ് എ ഡയറക്ടർ, ലൈക്ക് നമ്മളുടെ ജോഷി സാറിന്റെ പോലെ ഡയറക്ടർ, ബിഗ് ഡയറക്ടർ, വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഡയറക്ടർ. സോ അങ്കിളുടെ മൂവി ചെയ്ത് എൻ്റെ സിസ്റ്ററുടെ കൂടെയാണ് മൂവി ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ വന്ന് തുടങ്ങിയിട്ട് ആൻറ്റി വന്നിട്ടില്ല. പിന്നെ ഡയറക്ടറുടെ വൈഫ് ഓൾസോ ലൈക്ക് 80s എ ബിഗ് സ്റ്റാർ ആണ്. ആൻറ്റിയാണ് കോസ്റ്റ്യൂം ചെയ്ത്. സോ എല്ലാവരും പറഞ്ഞ് ജാൻമണി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് പോകാൻ ആവശ്യമില്ല ഇല്ല, because they are aged and they don't want to travel also for movie. And my auntie is like she's a national award winner artist, Malaya Goswami. So Lalitan also know her very well. Same years, 91, 92 that year. So auntie എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എവറി സയൻസി ഉണ്ട്. എവറി സയൻസ് ആ ഡയറക്ടർ സയൻസി ആ ടൈമിൽ ബനിതയുടെ ഫോട്ടോഗ്രാഫർ ഉണ്ട്. സയൻസി നമ്മളുടെ റഫിക്ക പക്ക ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ആ ടൈമില്. സോ അതിന്റെ ഓണറാണ് റഫിക്ക. ഈ രണ്ടുപേരെയാണ് എനിക്ക് കൊച്ചി എത്താൻ കാര്യം. ബിക്കോസ് സാധാരണ എല്ലാവരും ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എപ്പോഴും നോക്കുന്ന ബോളിവുഡ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി ജാനുവിന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ജാനുവിന്റെ പ്രൊഫഷണൽ ഹിസ്റ്ററി നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി ആ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഈവൻ ദീപിക പദുക്കോൺ അങ്ങനെയുള്ള ഒരുപാട് ബോളിവുഡ് മേക്കപ്പ് ചെയ്തിട്ടുള്ള ആളാണ്, എക്സ്പീരിയൻസ്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, ജാനു കൊച്ചിയിലാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. അതെന്താ കൊച്ചിയിൽ? അവരൊരു മുംബൈ വാലി അങ്ങനെ എന്താണ്, എന്തുകൊണ്ട്, എന്താണ് ഇവിടെ കൊച്ചി ഓപ്റ്റുകൾ? കൊച്ചി അത്ര ഇഷ്ടമായോ? കൊച്ചി ലൈക്ക് ആസാം, നമുക്ക് ഡിഫറൻസ് ഒന്നുമില്ല. സോ എനിക്ക് ആ ഹോംലി ഫീലിംഗ് എവിടെയുണ്ടോ. ഞാൻ ചെന്നൈയിൽ അമലാദെ കൂടെയാണ് ഞാൻ തുടങ്ങി തമിഴ്, തെലുഗു, കന്നഡ, മലയാളം ഓൾ മൂവീസ് പറഞ്ഞില്ല. എൻ്റെ അമല ഞാൻ ഓൾമോസ്റ്റ് സെയിം ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു മൈന റിലീസ് ആയിട്ടില്ല ആ ടൈമിൽ. സോ മൈന ജസ്റ്റ് റിലീസ് ആവാൻ പോകുന്നുള്ളൂ. നമ്മളൊക്കെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണം ഫോർ പ്രൊമോഷൻസ് എല്ലാം വേണ്ടി. സോ അമല ഞാൻ ഭയങ്കര ക്ലോസ് ആയി. സോ ആൻറ്റി ഭയങ്കര ക്ലോസ് ആയി. സോ എനിക്ക് ആ സ്നേഹം നമ്മൾ അത്ര ഐ ഹാഡ് വർക്ക് വിത്ത് ഓൾ ഓവർ ഇന്ത്യ, നോട്ട് a single industry like Tamil, Telugu, Malayalam, Hindi, even for fashion industry, Delhi, Calcutta, because Assam and Calcutta very close, like Tamil Kerala. Okay. So അങ്ങനെ വർക്ക് ചെയ്തിട്ട് പക്ഷേ എനിക്ക് കംഫർട്ടബിൾ. പ്ലസ് ഫസ്റ്റ് തിങ് നന്ദി പറയുന്നത് മലയാളികൾക്കാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ട്രാൻസ്ജെൻഡർ അക്സെപ്റ്റൻസ് രണ്ടെണ്ണം എവിടെയാണ് നമ്മളുടെ കേരളത്തിലെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. കാരണം ഞാനൊരു പുറത്തേക്ക് ആ ലൈറ്റ് ഞാൻ വന്നു. കാരണം ഞാൻ വന്ന ടൈമിൽ
ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു കമ്മ്യൂണിറ്റി സൊസൈറ്റിയുടെ വേണ്ടി ആൾക്കാർക്ക് അറിയിട്ടില്ല. അതെ അതെ അതെ. കാരണം ഞാൻ വന്ന ടൈമിൽ 4 മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഞാനും രഞ്ജും അനീസും ജിജിസും. വേറെ ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല ഇവിടെ. സോ ഭൂമിക എൻ്റെ പേരെന്താ, ജൂലി അനിൽ പറഞ്ഞിട്ടൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ജൂലി ചേച്ചി തുടങ്ങിയിട്ടുണ്ട്. സോ അങ്ങനെ തന്നെ നമ്മളൊരു 4-5 മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ പിന്നെ ഫാഷൻ ഇൻഡസ്ട്രി. ഇപ്പം മൂവിയിൽ നമുക്ക് പത്തനം റഷീദ്, ഹീസ് എ ലെജൻഡ്. സോ അങ്ങനെ പോലെ കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ, കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ആർട്ടിസ്റ്റിനെ കൂടി തുടങ്ങുന്ന ടൈമിൽ, പക്ഷെ ആ ടൈമിൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. സോ ഒബ്വിയസ്ലി അങ്ങനെ ഉണ്ടെങ്കിൽ, മലയാളികൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ താമസിക്കുന്ന തടവില്ലല്ലോ. സോ അതന്നെ ഞാൻ എപ്പോഴും എഗെയിൻസ്റ്റ് ആണ് ആ കാര്യത്തിൽ. കാരണം താങ്ക്സ് ടു മലയാളികൾക്ക്. കാരണം എനിക്ക് അത്ര 14 വർഷമായി. 14 വർഷം. അതാണ് നന്നായി. മലയാളം ഇച്ചിരി അറിയാമെങ്കിലും ഫ്ലുവന്റ് ഇച്ചിരി പാടാണ് എങ്കിലും എന്താ പറയുക, ആസാമിൽ നിന്ന് വന്നിട്ട് മലയാളം നമ്മുടെ ലോക ഭാഷകളിൽ ഏറ്റവും ടഫായിട്ടുള്ള ലാംഗ്വേജ് ആണ് മലയാളം എന്നാണ് പറയുന്നത്. അത് മനോഹരമായിട്ട് സംസാരിക്കുന്നു, അതിൽ പാട്ട് പാടുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണത്തിന് വന്നപ്പോൾ അടിപൊളി പാട്ടൊക്കെ പാടി. പിന്നെ ആൾക്കാർ പലതും പറയും, ട്രോളൊക്കെ ചെയ്യാനായിട്ട്, അതെല്ലാം പറയാം. അതൊക്കെ ഒരു കുശുമ്പിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഈ നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര കൂടിയിരിക്കുവാണല്ലോ. എനിക്കൊന്ന് ജാനു നാട്ടിൽ വന്ന സമയത്തൊന്നും ഇത്രയും ഉണ്ടാവില്ല. ഇല്ല, ആ ടൈമില് പ്രശ്നക്കാരല്ല അവര് അന്ന്. അല്ല, പ്രശ്നക്കാർ മാത്രല്ല, ആ ടൈമില് പ്രശ്നമുള്ളൂ. ആൾക്കാർ ഭയങ്കര സ്വീറ്റ് ഉണ്ട്, സ്വീറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അത്ര സ്വീറ്റ് അല്ല. പണ്ടത്തെ നമ്മളിപ്പോ കല്യാണ മേക്കപ്പ് സെന്ററിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടോ, വാട്സാപ്പ് ഇല്ല. ഇപ്പൊ ഫേസ്ബുക്ക് തുറക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ ചെറിയ കഫേ അല്ലേ, നമ്മള് കഫേയില് പോയി 10 rupees കൊടുത്ത് പോകാനാവും. അങ്ങനെയാണ് നമ്മൾ തുടങ്ങി. ഫോണിൽ ഞാൻ 1100 ആ ടൈമിൽ നോക്കിയത് സ്നാക്ക് പ്ലേ. സോ അങ്ങനെ പോലെ സാധനം നമ്മൾ യൂസ് ചെയ്തത്. പക്ഷെ അതില്ലാത്ത ആൾക്കാർക്ക് അടുപ്പുണ്ടായി, ഓരോ ക്ലോസ്നെസ് ഉണ്ടായി, ഒരു സ്നേഹം ഉണ്ടായി. പക്ഷെ ഇപ്പൊ എല്ലാവരും ഫോൺ, ഫുൾ ടൈം ഫോൺ. ആൾക്കാരുടെ ഒരു മുഖത്തെ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെട്ടാലും ജാനുവിന്റെ മുഖത്ത് എന്താണ് വികാരം വരുന്നതെന്ന് നോക്കാനുള്ള സമയമില്ല, അപ്പൊ തന്നെ ഫോണിലേക്ക് പോയല്ലോ. ഇപ്പൊ ചോദിക്കില്ല വെച്ചിട്ട് ഈ വഴി എങ്ങനെ അറിയില്ല. പണ്ടത്തെ അങ്ങനെയല്ല. രാത്രി 3 മണിക്കൂടെ 4 മണിക്കൂടെ നമ്മളെ പോയിട്ടുണ്ടെങ്കിലും കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് വഴി, കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോവാ, പോയിട്ട് തന്നെ കാണിച്ചു കൊടുത്ത്. അങ്ങനെയാണ് ആൾക്കാർ ഇത് മനസ്സുകളുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ ടൈമില്ല. പ്ലസ് സൗത്ത് ഇന്ത്യ, ബേസിക്കലി നോട്ട് ഓൺലി കേരള, സൗത്ത് ഇന്ത്യയിൽ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടോ, പെണ്ണുങ്ങൾക്ക് രാത്രി 3-4 മണിക്കൂർ നമ്മൾ ബസ്സിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. സേഫ്റ്റി നോർത്ത് ഇന്ത്യയിലില്ല. വെരി ഡേഞ്ചറസ്. യു കനോട്ട് ട്രാവൽ ആഫ്റ്റർ ലൈക്ക് സന്ധ്യാകാലം കഴിഞ്ഞിട്ട്. പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു റിസ്ക് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രമാദമായിട്ടുള്ള പല റേപ്പ് കേസുകളും സൗത്ത് ഇന്ത്യയിൽ രാത്രികാലങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, 9 മണിക്കും 10 മണിക്കും. പക്ഷേ ജാനു അത് പറയുന്നത്, ജാനു ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളല്ലേ. പ്രത്യേകിച്ചും ഈ ഒരു മേക്കപ്പിന്റെ കാര്യങ്ങളിൽ എപ്പോഴും, ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും രാത്രിയിൽ മേക്കപ്പിലാണ്, ഏതൊരു ബ്രൈഡൽ ഷൂട്ടിന്റെ മേക്കപ്പ് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ 3 മണിക്ക് 4 മണിക്കൊക്കെ സഞ്ചരിക്കുന്നത് സേഫ് ആണെന്ന് പറയുന്നത് കേരളീയർക്ക് അത്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് അതൊരു വലിയ അഭിമാനമാണ്. കാരണം സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള റേപ്പുകളൊക്കെ ഈ പറയപ്പെടുന്ന രാത്രികാലങ്ങളിൽ സംഭവിച്ചു. നോർത്ത് ഇന്ത്യ നല്ലതാണെന്ന്, സേഫ് ആണെന്ന് ഞാൻ പറയില്ല. എപ്പാർട്ട് ഫ്രം എനിക്കൊന്ന് മുംബൈ ഒഴിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ബോംബെ നമ്മൾ വിചാരിക്കും ബോംബെയിലാണ് പേടി, പക്ഷെ ബോംബെ ഇസ് ദ മോസ്റ്റ് സേഫസ്റ്റ് ഫോർ വിമൻ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഡൽഹി ഭയങ്കര, നോർത്ത് ഈസ്റ്റ് ആണ് സേഫ്. നോർത്ത് ഈസ്റ്റിൽ നമുക്ക് അത്ര സംഭവം ഒന്നുമില്ല. കാരണം മാക്സിമം പീപ്പിൾ ആർ ദേ ആർ വെരി like pavam. What about your state or Assam? Like we are Guwahati is the like main hub of like 7 sisters. But after Guwahati like നമുക്ക് പാലക്കാടിലെ പോയിട്ടില്ല എങ്ങനെ തോന്നും, സെയിം. ഒരു വ്യത്യാസമില്ല. പേടി ഫീൽസ്, അമ്മമ്മഴി, അത് അമ്പലത്തിൽ പോകുന്ന വൈറ്റ് ചന്ദനം ഇതാ വച്ചിട്ട്, പിന്നെ സ്നേഹം, അങ്ങനെയാണ്. ജാനുവിന്റെ ഒരു ഹോം തന്നെയാണ് കേരള. അതിനാണ് എനിക്ക് വിടാൻ പറ്റില്ലത്. കേരള ബിക്കോസ് ഓഫ് ദാറ്റ് ഓൺലി അല്ലേ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതൊക്കെ നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അല്ലെ ഇങ്ങനെ വിവാദങ്ങളൊന്നും ചെന്ന് പെടാറില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ അതിലും ഉപരിയായിട്ട് ചോദിക്കാൻ ഞാൻ ചെന്ന കാര്യം, താങ്കൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ വഴികളൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ആസാമിൽ നിന്ന് വരുന്നു, ഇങ്ങനെ ഇന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നു, അമലയായിട്ട് കണക്ട് ചെയ്യുന്നു, ട്രാൻസ്ജെൻഡർ എന്ന എപ്പാർട്ട് ട്രാൻസ്ജെൻഡർ നമുക്ക് കേരളത്തിൽ അംഗീകാരം ലഭിക്കുന്നു, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എങ്ങനെയായിരുന്നു ബിഗ് ബോസ്? എനിക്ക് ഇഷ്ടമായി. ജാനുവിന്റെ ഭയങ്കര ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് പറയട്ടെ. ഞാൻ മിമിക്രി ചെയ്യാന്ന് വിചാരിക്കരുത്. എനിക്ക് എക്കോണമിക് ക്ലാസ്സിൽ പോകുന്നത് ഇഷ്ടമല്ല, എന്നാണ് ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. അങ്ങനെ അതാണ് നമ്മൾ സീരിയസ് ഒരു ഡിസ്കഷൻ, ഞാൻ യമുന ചേച്ചി സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫ്ലൈറ്റിന്റെ വേണ്ടി. കാരണം ഇപ്പോഴത്തെ ഫ്ലൈറ്റ്
you just think 15 kilo, that bag itself 3-4 kilo. So നമുക്ക് ഒരു ലഗേജ് കൊണ്ടുപോയി കാരണം തുണികൾ കിട്ടിയിട്ടില്ല. സോ ഞാൻ എത്ര കൊണ്ടുപോയിട്ട് എനിക്ക് യമുന ചേച്ചി ഇപ്പോൾ ഇതാണ് എല്ലാം കൊണ്ടുപോയി അപ്പുറം കുറെ പൈസ തന്നിട്ടുണ്ട്. പണ്ടത്തെ അങ്ങനെയല്ല, നമുക്ക് പോയിന്റ്സ് ഉണ്ടാവും. അതുകൊണ്ടായിട്ട് നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ എന്തെങ്കിലും പൈസ എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആക്കി കൊടുക്കും. പിന്നെ അതിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ലഗേജ് നമുക്ക് കൊണ്ടുപോകും, അതിന്റെ വേണ്ടി ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോഴത്തെ അങ്ങനെ ഇല്ല. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഗബ്രി ചോദിച്ചു, ജാനു ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാറുണ്ടോ? I have worked with South India almost biggest star. So I would travel with them. Not even business class, private jet also we travel with Amla lots of time. Tamil, Telugu, all schedules maximum private jet. Because time illa. Rendu divasam Bangalore, rendu divasam Hyderabad, rendu divasam another state. Visakhapatnam namukku flight ide time അനുസരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അത്ര നമുക്ക് പ്രൈവറ്റ് അമലാത്തെ കൂടെ ഞാൻ മാക്സിമം പ്രൈവറ്റ് ജെറ്റിൽ പോയി. പിന്നെ മഞ്ജു ചേച്ചി അല്ലേ നമ്മളുടെ അത്ര വലിയ സ്റ്റാർട്ട് കൂടി. സോ even when I started my first flight was that what called it Jet Everest from Guwahati to Calcutta for shooting. So first time that was my 2006 in business class. Obviously not that we cannot travel, we cannot afford, that is somebody is giving and we are traveling. But so when they are saying, so I got very angry. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്താ പറയുന്നേ, ഞാൻ അത്ര ആഫ്റ്റർ ദാറ്റ് ഓൾസോ ഞാൻ ഓട്ടോയില് പോന്നെ. ആ ഭാഗം കാണിച്ചിട്ടില്ല, ആ ഭാഗം കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന പറഞ്ഞിട്ട് അതാണ് ബിഗ് ബോസ്, അതാണ് ബിഗ് ബോസ്. പലരും ജീവിതം അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രി തന്നെ ഇപ്പൊ എനിക്ക് സിഗരറ്റ് വാങ്ങിക്കാറുണ്ടെങ്കിൽ ഓപ്പൺലി പറഞ്ഞ സോറി, ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ മെയിൻ ഡ്രൈവിൽ പോകും. ഒറ്റയ്ക്ക് ചായ കുടിക്കും, സിഗരറ്റ് വാങ്ങിക്കും, പിന്നെ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ വീട്ടിലെത്തും. സോ അതാണ് ലൈഫ്. ബിക്കോസ് എവറി ഡേ we cannot show that. സത്യത്തില് ഈ ജാൻമണി ഭയങ്കര ഫേമായിട്ടുള്ള ഒരുപാട് നല്ല ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരോടും ഭയങ്കര കമ്പനിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ, ഒരുപാട് അച്ചീവ്മെന്റ് ഒക്കെ. പക്ഷേ ബിഗ് ബോസിന് ശേഷമാണ് മലയാളികൾ ജാൻമണിയെ തിരിച്ചറിയാൻ തുടങ്ങിയത് അല്ലേ? തിരിച്ചറിയുന്നു, ഓക്കെ ഫൈൻ. ഇപ്പോൾ രഞ്ജിമാര് അവരെ ആരും ട്രോൾ ചെയ്യുന്നൊന്നുമില്ല, ഉണ്ട് ഇല്ലെന്ന് പറയത്തില്ല, പക്ഷെ വളരെ കുറവാണ്. എനിക്ക് എൻ്റെ കൂടെ ഇന്റർവ്യൂ ചെയ്തതിൽ ഏതാണ്ടൊക്കെ ട്രോൾ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരത്തിക്ക്. എന്നാലും ജാനുവിനെ ഏറി കയറ്റി വിട്ട പോലെ ആരും കയറ്റി വിട്ടിട്ടില്ല. ഞാൻ എപ്പോഴും എയറിലായിരിക്കും താരമാണ്. പക്ഷെ ഇപ്പൊ അടുത്ത് എനിക്ക് എയറിലും അല്ല സ്പേസിലേ കയറ്റി. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് ജാനുവിനെ ഞാൻ ഒരു ഫംഗ്ഷന് കാണുന്നത് നേരിട്ട്. ഞാൻ ആഫ്റ്റർ ബിഗ് ബോസ്, എൻ്റെ ബിഗ് ബോസിന് ശേഷം ജാനുവിൻ്റെ ബിഗ് ബോസിന് ശേഷവും ഞാൻ ജാനു നേരിട്ട് കാണുന്ന ആ ടൈമിലാണ്. പക്ഷെ വീട്ടിൽ ഞാൻ ചെന്നെത്തി കഴിയുമ്പോൾ തൊട്ട് വിവാദം പുറപ്പെട്ടിരിക്കുകയാണ് ജാനുവിനെ കുറിച്ച്. ജാനു തെറി പറഞ്ഞിരിക്കുന്നു. ഞാനത് ജാനു തെറി പറയണമെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വേർഡ് ജാനു? അപ്പോൾ അവിടെ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പൊ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറയാണ്, ഞങ്ങളൊന്ന് വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവരും, എവ്രിബഡി. നിങ്ങളൊരു കല്യാണത്തിന് പങ്കെടുക്കണോ, ഞാൻ പറയുന്നത് ട്രാൻസ്ജെൻഡർ മാരേജിന് പങ്കെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. സത്യം, സച്ച് എ ബ്യൂട്ടിഫുൾ അല്ലേ? കളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് മാരേജ്, ഞാൻ ഉള്ളത് ഞാൻ പറയാമല്ലോ, എനിക്ക് മാരേജ് ഫംഗ്ഷൻ പോകുന്ന ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ജനങ്ങൾ എന്നെ ട്രോളി കയറ്റിയാലും കുഴപ്പമില്ല. മാരേജസ് ഞാൻ ചിന്തിക്കുന്ന മിക്ക പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ അവസാനമാണ് മാരേജിന് ചിന്തിക്കുന്ന ഒരാളാണ്. സീരിയസ്ലി അതെ. അപ്പൊ അവർ അതുവരെ ഒരു പ്രിൻസസിനെ പോലെ ജീവിച്ചിട്ട് അവരെ വളരെ ആഘോഷത്തോടു കൂടി ഒരു മരണത്തിലേക്ക് നടത്തിവിടുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി. സോ ആഫ്റ്റർ മൈ മാരേജ് ഞാൻ ഒരാളുടെ കല്യാണം കൂടാറില്ല, ഒരു പെൺകുട്ടികളുടെ. കാരണം ആ കൊച്ചിക്ക് ഐ ആം മാരിഡ് ആൻഡ് സെപ്പറേറ്റഡ്. ഐ ഹാവ് എ കിഡ്, 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. തോന്നില്ല കണ്ടാൽ തോന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്, ഞാൻ ചേച്ചിയുടെ കുറെ ഇന്റർവ്യൂ കണ്ട് ഞാൻ വിചാരിച്ച ചെറിയ കുട്ടി തന്നെ, ഒരു 22, 23. അത്ര ഇന്നോസെന്റ് ഫേസ്. അമ്മ സത്യം കള്ളത്തര പറയുന്നത് ഞാൻ കുറെ കണ്ട് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അത്ര ബോൾഡായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് കൊടുക്കുന്ന ഒരാള് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു വെരി മച്ച്. സോ ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷവും അതുകൊണ്ട് മാത്രമല്ല, ബേസിക്കലി ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയെടുത്തോളം ഒരു 70-80 എല്ലാവരും ഇല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഒരു 70% കുട്ടികളും അവരുടെ വീട്ടിൽ കഴിഞ്ഞ പോലെ അല്ല ആഫ്റ്റർ മാരേജ്. അപ്പം അതുകൊണ്ട് തന്നെ ആഫ്റ്റർ മാരേജിൽ പോകുന്ന കുട്ടികളുടെ ജീവിതം എപ്പോഴും ദുരന്തമാണെന്ന് ചിന്തിക്കും. പ്രത്യേകിച്ചും ആർഭാട കല്യാണങ്ങൾ, ലക്ഷൂറിയസ് മാരേജ് മിക്കപ്പോഴും നാശത്തിലായിരിക്കും അവസാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹെയ്തി പ്ലസ് മറ്റേ കല്യാണം കഴിഞ്ഞ കുട്ടിയുടെ പേരെന്താ, നതാഷയുടെ ഒരു കോൾ എനിക്ക് വരുന്നു, ചരിച്ച് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആദ്യം ഒന്ന് പോകണോ എങ്കിൽ പോകാം, ഇതുവരെ ഞാൻ പങ്കെടുക്കാത്തൊരു സംഭവമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കല്യാണത്തിലേക്ക് വരുന്നു. കല്യാണത്തിന് എൻട്രി തൊട്ട് എന്നുവെച്ചാൽ മീഡിയക്കൊക്കെ കറക്റ്റ് ഡിസിപ്ലിനാ, മാറ്റി നിർത്തിയിരിക്കും അവിടെ, പറയുമ്പോൾ കയറിയാൽ മതി. ബാക്കി നിങ്ങളുടെ ആൾക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല, യവന സുന്ദരികൾ ഇറങ്ങി വന്നിരിക്കുന്ന പോലെ, ഇൻക്ലൂഡിങ് യു ടു.
എൻ്റെ അപ്പോ ഞാനും ശൈത്യം ഉണ്ടായിരുന്നു എന്നോട്. ശൈത്യയുടെ മമ്മിയും ഉണ്ട്, ഡാഡിയും ഉണ്ട്, ഞാൻ അവരുടെ കൂടെ വന്നേ. സോ നമ്മൾ അത്രയും പോസിറ്റീവ് വൈബ്. ഞാൻ പറഞ്ഞു ശൈത്യം ഇനി എല്ലാ ട്രാൻസ്ജെൻഡർ കല്യാണത്തിനും ഞാൻ വരും, ബിക്കോസ് അത്രയ്ക്ക് അടിപൊളി. അതിന്റെ ആ ഒരു പളപളപ്പ് കൊണ്ട് ഞാൻ പറയുന്നതല്ല, അതൊക്കെ നോർമൽ എല്ലായിടത്തും സംഭവിക്കുന്നത്. പക്ഷെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഹാപ്പി മൂഡ്, ഇതൊരു ഗൂസ് ബംസ്. ഐ ഹവ് ഗോട്ട് ഗൂസ് ബംസ്. അപ്പൊ ശൈത്യനോട് ശാരി ചേച്ചി എനിക്ക് മാത്രമേ ഗൂസ് ബംസ് വരുത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല എനിക്കും ഉണ്ട്. കാരണം ബിക്കോസ് അത് അത്രയും സന്തോഷകരമായിട്ടൊരു മൊമെന്റിൽ ഇങ്ങനൊരു വിവാദം കെട്ടിപ്പൂട്ടി കൊടുത്തോട്ട് ആ മീഡിയക്കാരനെ എന്താ പറയണ്ടേ? ഞാൻ എനിക്ക് ഈ തടഞ്ഞ പ്രശ്നമുള്ളൂ. കാരണം ആരാ ഞാൻ എന്നെ പോലെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ആ വോയിസ് ആരന്റെ ഞാൻ 2-3 ടൈം ചോദിച്ച്. പക്ഷെ ഇപ്പൊ ഞാൻ മീഡിയൊക്കെ കണ്ടിട്ടില്ല. ഞാൻ പറയാ ആ തെരി ഞാൻ ഇങ്ങനെ കൊടുക്കാം. അതായത് എനിക്കറിയാം, ഞാനും ശൈത്യൊക്കെ ഒളിച്ചു കിടക്കുമായിരുന്നു അവിടെ ഉള്ളത്. ഞാൻ പറയാലോ, ഇപ്പൊ മീഡിയ കേൾക്കാൻ വേണ്ടി പറയുമോ, ഞാനൊരു ഓൺലൈൻ മീഡിയ ഓണറും പ്രവർത്തകയൊക്കെയാണ്. പക്ഷെ എനിക്ക് നാണക്കേടാണോ മറ്റൊരു മീഡിയ ഇതൊക്കെ കാണിക്കുമ്പോൾ? സീരിയസ്ലി എനിക്ക് വളരെ പുച്ഛം തോന്നുന്നു. കാരണം നമ്മൾ ഒരു മീഡിയ കണ്ട് ഒളിച്ചു പോകരുത്. സെലിബ്രിറ്റീസ് സന്തോഷത്തോടെ, നമ്മുടെ ഒരു പാർട്ടാണ് മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ ഒരുങ്ങി വരുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവർ കൊനസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന മാറി ഒളിച്ചു കിടക്കുന്നത്. ഞാൻ ശൈത്യൊക്കെ വൈകുന്നേരം ഒരു 3 മണിക്ക് ഒളിച്ചു കയറി പോവായിരുന്നു കാരണത്ത്. ബിക്കോസ് ഓഫ് അറിയാലോ, ശൈത്യയുടെ കേസൊക്കെ അറിയാലോ. അതിനി പറയാനൊന്നുമില്ല. അവൾ ബിഗ് ബോസിൽ പങ്കെടുത്തതാണ് ജനങ്ങൾ അവൾ കണ്ട ഏറ്റവും വലിയ തെറ്റ്. അവളായിട്ട് നിന്നായി എന്തോ അത് വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ അവിടെ ജാനുവിന് എങ്ങനെ ഒരു പണി കിട്ടിയതാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ ഓടി കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് കാറിൽ ഇരിക്കുന്ന ടൈമിൽ പിടിച്ചു. ജാസി ബൈറ്റ് ചെയ്ത് കൊടുത്ത് എന്റെ കാലം അപ്പടെ ചെല്ലട്ടെ. ഇപ്പൊ എനിക്ക് തരില്ല. സോ ഫസ്റ്റ് എന്നെ ചോദിച്ച് ജാസിക്ക് എങ്ങനെ ട്രോള് വരുന്നുണ്ടോ, എത്ര ആക്രമിക്കുന്നുണ്ടോ ജാനുവിന്റെ പറയാൻ. ഞാൻ ജാസിക്ക് പറഞ്ഞു, ജാസി കുഴപ്പമില്ല, let it be, whatever publicity is a good publicity, and at the moment we are in front page. It's a happy thing. Happy. So കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭയങ്കര ഒരു പേഴ്സണൽ വീഡിയോസ് പുറത്തേക്കാക്കി ഭയങ്കര ട്രോളാക്കിയിട്ടുണ്ട്. സോ അതിന്റെ ആവശ്യത ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഹോട്ടലിൽ എങ്ങനെ ഇറങ്ങുന്നത്, എന്താ ഇരിക്കുന്നത്, അത് നിങ്ങളെ പാതിരാത്രി അത് ജൂം ചെയ്തിട്ട് കാണിക്കുന്ന ഓരോ ആവശ്യത ഇല്ല. സോ അവന് ആ ആള് എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ അമ്മ അച്ഛനെ വിളിച്ചിട്ട് അത്ര പറയുന്നത് എനിക്ക് നല്ല ദേഷ്യമുണ്ട്. സോ എനിക്ക് അവിനാശാണ് എനിക്ക് അയച്ചു കൊടുത്തത്. അവിനാശ് പറഞ്ഞ 2 ഉണ്ട്, ഞാൻ തരവില്ല. അത് ഞാൻ ഓൾറെഡി പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ട് റീഡാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിൽ പോകും പറഞ്ഞിട്ട് ഇതാ കണ്ടിട്ട് എനിക്ക് ഓൾറെഡി ഉറങ്ങാൻ പറ്റത്തില്ല 2 ദിവസം. കാരണം എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് 2 ദിവസം ആയിട്ടില്ല. നിങ്ങൾ എന്നെ തെരി വിളിക്കുക, എന്നെ ട്രോളാക്കുക, എനിക്ക് അവിടെ പ്രശ്നമില്ല. എൻ്റെ അമ്മ അച്ഛന് ഒരു ദിവസം കേരളത്തിൽ വന്നിട്ട് താമസിക്കില്ലത്തെ എവിടെയാ വന്നിട്ട് എൻ്റെ അമ്മ അച്ഛൻ എപ്പോഴും പറയുന്നത് തിരിച്ചു വാ. ആ അമ്മ മരിച്ചു പോയ ദിവസം വീഡിയോസ് നിങ്ങൾ ഇങ്ങനെ ട്രോളാക്കാൻ പറ്റും? നിങ്ങൾ അത്രയാണ് മനുഷ്യൻ. അതെ, രാത്രി നിങ്ങൾ ആ വീഡിയോയുടെ വേണ്ടി നിങ്ങൾ വോയിസ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവർക്ക് കണ്ടു തന്നെങ്കിൽ അത് വേറെ രീതിയിലേക്ക് പോകും. സോ എന്നെ മീഡിയ ചോദിച്ചിട്ട് ടൈമില് ഈ ഹെലന്റെ കാര്യം ചോദിച്ചു. കാരണം അതിന് മുന്നേ എനിക്ക് ഹെലൻ ഏതാ സാധനം ആരാ എനിക്ക് അറിയണേ ഇല്ല. സോ ഞാൻ പച്ചക്കറി ഞാൻ പറയുന്നത് അവർക്ക് നല്ല കുഴപ്പമുണ്ട്, അത് മാറത്തെ സ്വന്തം. അത് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന രീതി ആക്ച്വലി ചിലപ്പോൾ സംതിങ് പ്രോബ്ലം എന്താണെന്ന് ചേച്ചി, നമ്മളുടെ ലാംഗ്വേജ് ഇപ്പൊ ഹിന്ദിയിൽ പറയുന്നുണ്ടെങ്കിൽ അസമീസിൽ പറയുന്നെങ്കിൽ ആ ലാംഗ്വേജ് നമുക്ക് അങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കില്ല. അത് നമ്മള് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കഴിയും. ഇല്ലെങ്കിലും തെറ്റിദ്ധരണം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ എന്താ പറയുക ഹിന്ദിയിൽ ഫുജിലി ജാദാ ഹൈ वो मर जाएगा तो सीधा ठीक हो जाएगा. That's what I meant. പിന്നെ നമ്മളെ കുണ്ടി പറഞ്ഞുണ്ടെങ്കിൽ ലോക്ക് തന്നെ ഡോറിന്റെ ആ ഹുക്ക് തന്നെ. സോ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ പറഞ്ഞ ആ കുണ്ടി ലോക്കാക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുണ്ടി മീൻസ് ലോക്ക്. അത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിലും മനസ്സിലാവും. ഈ ആൾക്കാരെയും മൊത്തം കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഉറങ്ങിട്ട് അഭിഷേക് എനിക്ക് കുറെ വിളിച്ച് ഒരു 5-6 മിസ് കോള്. ഞാൻ വിശ്വസിച്ച് എന്താ പറ്റി പാവം. ഞാൻ വിളിച്ചിട്ട് അയ്യോ സോറി ബബ്ബ ക്യാ ഹോ ഗയാ ബോലോ ബच्चा बोल के मैंने पूछा. सो व्हेन आई आस्क अभिषेक എനിക്ക് എന്നെ പറഞ്ഞ് जानू हेलेन अब स्पार्ट का आदियो ഞാൻ പറഞ്ഞ ആരാ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. तो अभिषेक പറഞ്ഞ അറിയില്ലേ ജാനു വീഡിയോയിൽ ആരൊക്കെ പറഞ്ഞ് തേടി വരുന്നേ ഞാൻ ഇവർക്ക് എത്തിന് അഭിഷേക് ആ വീഡിയോ കണ്ടു തന്നേ. അഭിഷേക് പറഞ്ഞു അയ്യോ ഇതൊക്കെ ജാനു ഗോ ആൻഡ് സീ ദാറ്റ് പറഞ്ഞിട്ട് എനിക്ക് ഓരോ വീഡിയോ വാട്സാപ്പിൽ അയച്ചു കൊടുത്ത് ഞാൻ ഈ കുട്ടി ആരാ. അഭിഷേക് ലിങ്ക് അയച്ചു കൊടുത്ത് അവളുടെ ബ്രൈഡൽ പിക്ചേഴ്സ് എനിക്ക് കിട്ടി. ഞാൻ ബ്രൈഡ് ആണല്ലോ. then അഭിഷേക് said no Janu, go to the reels and check her these things. അങ്ങനെ ഞാൻ റീൽസിൽ പോയി കണ്ടിട്ട് പിന്നെ കണ്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ഹാർ പ്രോബ്ലം. എനിക്ക് അവളുടെ കൂടെ അല്ല ജാനു, ഇത് ശരിക്കും പറയാൻ നമ്മൾ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന സാധനമാണ്. മീഡിയ ഇത് ശരിക്കും ഒരുപാട് സെലിബ്രിറ്റീസ് എന്നല്ല ആരൊക്കെ ലൈം ലൈറ്റിൽ നിപ്പുണ്ടോ. ഇപ്പൊ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് നായക പണ്ടെന്നൊക്കെ പറഞ്ഞ ആക്ടേഴ്സ് മാത്രമല്ല. ഇന്ന് അങ്ങനല്ല. ഇന്നിപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ സെലിബ്രിറ്റീസ് ആണ്, ബിഗ് ബോസ് താരങ്ങളെല്ലാം സെലിബ്രിറ്റീസ് ആണ്, വ്ളോഗേഴ്സ് എല്ലാം സെലിബ്രിറ്റീസ് ആണ്.
ആർക്കും പ്രൈവറ്റ് ലൈഫ് വളരെ കുറവാണ്. പക്ഷേ ഈ മീഡിയ എന്ന് പറഞ്ഞാൽ ആരെയും എന്തും പറഞ്ഞ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ബോറായി മാറിയിരിക്കുന്നു. വിറ്റിട്ട് നിങ്ങളെ കോടികൾ ഉണ്ടാക്കണം, പിന്നെ പണി നമുക്ക് എന്താണ് കൊടുക്കുന്നത്? അതെ, നിങ്ങൾ നമ്മളുടെ നല്ല സൈഡ് കാണിച്ചു കൊടുക്കണ്ടേ? അതെ. ഇപ്പൊ ഞാൻ സ്റ്റേജിൽ പോയിട്ട് എത്ര നന്നായിട്ട് ഞാൻ സ്പീച്ച് കൊടുക്കുന്നത്, ആ സ്പീച്ചിന്റെ ഓരോ % പുറത്തേക്ക് വരില്ല. ഇല്ല, കാരണം എത്ര നന്നായിട്ട് എന്റെ വാക്ക് പറയുന്ന ആ വാക്കുകളിൽ നിങ്ങൾ കൊടുക്കത്തെ ഒരു തമാശ ഞാൻ കളിക്കുന്നത്. കാരണം ഞാൻ എല്ലാവരും വേണ്ടി ഭയങ്കര ചീൽ പേഴ്സൺ ആണ്. ഞാൻ സെലിബ്രിറ്റി ആണ്, നീ എന്റെ അടുത്ത് വരണ്ട, ഓക്കെ തത്ത, അങ്ങനെ ഞാൻ കാണിക്കില്ല. ആ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ ആൾക്കാർക്ക് വിളിച്ച് മീഡിയയില് എല്ലാവരും പറഞ്ഞു ജാൻബ, കാരണം 80% മീഡിയ ആൾക്കാർ എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്. ജാൻബ പറയണ്ട, കാരണം ഈ ഇവന്മാര് ആ വീഡിയോയിൽ ഇവന്റെ വെയിറ്റ് ചെയ്തിരിക്കും, അവർക്ക് ഓരോ നിലവാരം ഇല്ല, അങ്ങനെ കൊടുക്കും. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്ക് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടല്ല, പക്ഷെ ഞാൻ പറയുന്ന ആളുടെ മാറി ആ കുട്ടിയുടെ പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എന്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും യൂട്യൂബിൽ എവിടെയോ പിന്നെ ഞാൻ ഇങ്ങനെ തപ്പി എനിക്ക് ജാസി വ്യക്തം ഉറപ്പാണ് ഒരു കാര്യം എനിക്ക് പറയാനും നിങ്ങൾക്ക്. ജാസിയാണ് എന്നെ നമ്പർ കൊടുത്തത്. ജാസി പറഞ്ഞ ജാനു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കളയണം, കാരണം ജാനു അവളുടെ വേണ്ടി പറഞ്ഞിട്ടില്ല, എനിക്കറിയാം. കാരണം അല്ലെങ്കിൽ അവൾ എൻ്റെ ബാക്കിലുണ്ടോ തെറ്റ് ധരിക്കും, പിന്നെ അത് വലിയ പ്രശ്നങ്ങൾ. നമ്പർ ജാസിയാണ് തന്നത്. ജാസി എനിക്ക് പറഞ്ഞിട്ട് ജാസി ജാനു സംസാരിക്കും, കുഴപ്പമില്ല, അവൾക്ക് കിട്ടിയില്ലെങ്കിൽ അവളുടെ അച്ഛനെ നമ്പർ തരാം, വിളിച്ചിട്ട് ജസ്റ്റ് കാര്യം മനസ്സിലാക്കി തന്നെ മതി. കാരണം ഒരു ഫാമിലിക്ക് നമ്മൾ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ജാസിയുടെ മനസ്സ് നോക്കൂ. യെസ്, സി അതിലേക്ക് നമ്മൾ വരുവാണ്. കാരണം ഇപ്പൊ ഹെലൻ ഓഫ് സ്പാർട്ട, ആ കുട്ടി അവളുടെ പ്രായം നോക്കൂ, അവളുടെ ഒരു ക്യാരക്ടർ, ഇതൊക്കെ സ്വന്തം കണ്ണാടിയെ നോക്കിയിട്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വല്ലപ്പോഴൊക്കെ റെക്കോർഡ് ചെയ്ത് കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തും ആയിക്കോട്ടെ. ഇപ്പൊ ജാസി അവരെ കുറിച്ച് ജാനു മോശം പറഞ്ഞു, അങ്ങനെ ഒരു വേർഡ് സംസാരിച്ചു. ജാനുവിനെ വിളിച്ച് അവൾക്ക് ചോദിക്കാം, യു ആർ എ ഫേമസ് സെലിബ്രിറ്റി ആർട്ടിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ആരും അറിയാത്തൊരു വ്യക്തിയല്ല, അതിന്റെ ബിഗ് ബോസ് സെലിബ്രിറ്റി ആണ്. ഒരു പൂച്ചക്കുഞ്ഞും അറിയാത്ത ആളല്ല ജാനു എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഹെലനെ വിളിച്ച് ചോദിക്കാം, എന്താണ് എന്നെ കുറിച്ച് അങ്ങനെ പറയാനൊരു കാര്യം. ഇവർക്ക് ഇങ്ങനൊരു വീഡിയോ ഇടുന്നതിന് മുൻപ് ഉറപ്പായിട്ടും വിളിച്ച് ചോദിക്കാം. കാരണം ജാനുവിന് ഹെലനുമായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾ തമ്മിൽ വഴക്കില്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല, ഒരു കണക്ഷനും ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വാക്ക് ജാനുവിൽ നിന്ന് കേട്ടാൽ ഉറപ്പായിട്ടും ഹെലൻ ഒരു മര്യാദ പുറത്ത് വിളിച്ചു ചോദിക്കാം. ഹെലൻ എന്താണ് അവിടെ ചെയ്തത്? ഒരു പെൺകുട്ടി, അവളുടെ പ്രായം നോക്കുക, അവളുടെ മുഖത്ത് നിന്ന് അവൾ ഇത്രയും തെറി പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ടും ടിക്ടോക്കിൽ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഹെലൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഞാനൊരു ചാനൽ തുടങ്ങുമ്പോൾ 2 എണ്ണം പറയണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. എന്നെ ഒന്നും പറയാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ പ്രതികരിക്കുക, ഞാൻ വിളിക്കത്തൊന്നുമില്ല അവളെ നമ്പർ എടുത്ത്. സീരിയസ്ലി എനിക്ക് ഹെലൻ എന്ന് പറഞ്ഞ കുട്ടിയോട് ഒരു ഇവളെ കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ്, നല്ല മിടുക്കി കുട്ടിയാണ്, എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് തെറി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈ? ജാനു കാണിക്കുന്ന ഒരു കൾച്ചർ. ജാനു വിളിച്ചു, അവരോട് സോറി പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധാരണ, ആ ഒരു കൾച്ചർ അതുപോലും ആ കുട്ടി കാണിച്ചില്ലെന്ന് സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. അവൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചാനൽ തുറന്നു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്?